ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോഴിക്കോട് കാക്കൂരിൽ 2 മാസം പ്രായമായ കുഞ്ഞ് സുന്നത്ത് കർമ്മത്തിനിടെ മരണപ്പെട്ടു. ഈ 2 മാസമായ കുഞ്ഞിനെ എന്തിനാണ് ഇവർ സുന്നത്ത് ചെയ്യുന്നത്? ആ കുഞ്ഞിനൊരു 3-4 വയസ്സായതിനു ശേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നു. നോക്കാം. കോഴിക്കോട് കാക്കൂരിൽ സ്വകാര്യ ക്ലിനിക്കിൽ വെച്ചാണ് ഈ സുന്നത്ത് കർമ്മം ചെയ്തിട്ടുള്ളത്. അനസ്തേഷ്യ ചെയ്യുന്നതിനിടെയാണ് കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടായതെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതിനിടെ കുഞ്ഞ് മരിക്കുകയും ചെയ്തു. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു 3 വയസ്സ് 4 വയസ്സാകുമ്പോഴൊക്കെയാണ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതെല്ലാം 100% സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത് തന്നെ. ഈ 2 മാസമായ കുഞ്ഞിന് തന്നെ ചെയ്യണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. കാരണം കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതിയും കുഞ്ഞിൻ്റെ അവസ്ഥകളും നമ്മൾ മനസ്സിലാക്കണം. കുഞ്ഞു കുട്ടിയല്ലേ, ഓടിച്ചാടി നടക്കുന്ന പ്രായത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അവരെ നോക്കാനും നമുക്ക് ഈ 2 മാസമായ കുഞ്ഞിന് എന്താണ് ഇങ്ങനെ സംഭവിച്ചതിൽ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. ഈ ക്ലിനിക്കിനെതിരെ നടപടിയെടുക്കണം, അതാണ് വേണ്ടത്. ഡോക്ടറുടെ കൈപ്പിഴയാണോ അതോ അനസ്തേഷ്യ കൊടുത്തതിൽ ലോക്കൽ അനസ്തേഷ്യയാണോ കൊടുത്തത് എന്നെല്ലാം തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ഒരു അച്ഛനും അമ്മയും ഇനിയും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, അച്ഛനമ്മ മാത്രമല്ല പൊതുവെ എല്ലാ അച്ഛനമ്മമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തൻ്റെ കുഞ്ഞ് താൻ 10 മാസം കഷ്ടപ്പെട്ട് തൻ്റെ വയറ്റിൽ കൊണ്ട് നടന്ന കുഞ്ഞിനെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആ അമ്മയ്ക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? അപ്പോൾ ഇങ്ങനെയുള്ള ആചാരങ്ങളെല്ലാം നല്ലതൊക്കെ തന്നെയാണ്, നല്ല കാര്യങ്ങളുമാണ്. ഞാൻ എതിർത്തൊന്നും പറയുന്നില്ല. പക്ഷേ ചെയ്യുന്നത് കുട്ടികൾക്ക് ഒരു 3-4 വയസ്സ് അല്ലെങ്കിൽ അവർക്ക് പ്രായപൂർത്തിയായതിനു ശേഷം അവർക്കിഷ്ടമുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. അപ്പോൾ പരമാവധി ആളുകൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ സത്യത്തിൽ ആ ഒരു വാർത്ത കണ്ടപ്പോൾ സങ്കടമാണ് തോന്നിയത്. ഒരുപാട് വിഷമം തോന്നിപ്പോയി. അപ്പോൾ അത് നിങ്ങളുടെ മുൻപിൽ എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് അഭിപ്രായം അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാ അച്ഛനമ്മമാരും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ കുറച്ച് വൈകിട്ടാണെങ്കിലും നടത്താമല്ലോ, കുഞ്ഞിലെ ചെയ്യാതിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.